ഹലോ മൈ ഗായ്സ്. ഓ, വെൽക്കം ബാക്ക്. കുറേ എന്ന് പറഞ്ഞ ഗൈസ്, കുറേ നാളുകളായി ഗൈസ് നമ്മൾ ഗൈസ് മൈൻക്രാഫ്റ്റിൽ കയറിയിട്ട് ഗൈസ്. അതുപോലെ ഉണ്ട് നമ്മളെ വേൾഡ് നമ്മൾ കാര്യമായിട്ടൊന്നും ഇതുവരെ ചെയ്തില്ല. എന്നോട് കുറേ ആൾക്കാർ പറഞ്ഞു, എൻ്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞു ഗൈസ് മൈൻക്രാഫ്റ്റ് വിട് ബ്രോ, മൈൻക്രാഫ്റ്റ് വിട്, മൈൻക്രാഫ്റ്റ് നല്ല കാര്യമായിട്ടുണ്ട് ബ്രോ, എന്തെങ്കിലും മൈൻക്രാഫ്റ്റ് ബ്രോ വീടുണ്ടാക്കും ബ്രോ. അങ്ങനെ കുറേ ആൾക്കാർ കുറേ പേര് ഗൈസ് നമുക്ക് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ ഗൈസ് ഒന്നും പറയാല്ല, കരടൊന്നുമില്ല, എന്നൊരു വീടുണ്ടാക്കാം. പിന്നെ നമുക്ക് പാറാഴ്ചയിൽ നമുക്ക് ഡയമണ്ടൊക്കെ കിട്ടിയിരുന്നു. ഇതിന് മുന്നത്തെ വീഡിയോയിൽ നമ്മൾ ഷോർട്സ് ആക്കിയിട്ട് കിട്ടിയിരുന്നു. അത് കാണേണ്ടവർ കാണുക. നമ്മൾ പേരുണ്ടാക്കണം കേസ് പോകുന്നത്. പേരുണ്ടാക്കാനായിട്ട് കേസ് നമുക്ക് കാര്യമായിട്ടൊന്നുമില്ല കേസ്, റിസോഴ്സ് ഗൈസ്. ഞാൻ എന്ത് പറഞ്ഞാലും ഒന്നുമില്ല, നമുക്ക് കുറച്ച് സ്റ്റോണൊക്കെ സെറ്റപ്പ് ആക്കണം കേസ്. അതുതന്നെ പേര ഇങ്ങനെ ഉണ്ടാക്കല് കേസ്. വുഡ് വേണം കേസ് നമുക്ക് കുറേ. എടീ നമുക്ക് ഈ കോർഡിനേറ്റ്സ് ഒന്ന് നോക്കിയേക്കണം ഗൈസ്. ഒരു വില്ലേജാണ് പിടിച്ചാൽ നമ്മൾ ഈ കോർഡിനേറ്റ്സ് ഒന്ന് നോക്കട്ടെ. ഇത് നമ്മൾ കോർഡിനേറ്റ്സ് നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കോർഡിനേറ്റ്സ് അപ്പോൾ പോകാം. നമ്മളൊരു എക്സ്പ്ലോറിങ് ആണ് ഗൈസ്, ഫുൾ എക്സ്പ്ലോർ ഗൈസ്. നമ്മളെങ്ങനെ തുള്ളി കളിക്കണ്ട മരങ്ങളൊക്കെ വെട്ടണം ഗൈസ്. മരം എന്ന് പറയാനൊന്നുമില്ല, ആട്ടന് പോകണമെന്നില്ല. ഏതാ വയമ്പെന്ന് കേട്ടോ നോക്കുമ്പോൾ ഓ നാക്കന്നെ. പിന്നെ നമുക്ക് കാര്യമായിട്ട് നമുക്ക് ഫുഡും കുറവാണ് കേസ്. ഒക്കെ ഒന്നും നോക്കണ്ട. ഷീപ്പ് നമ്മൾ വെറുതെ വിടാൻ പാടില്ല, കാണുന്നവരൊക്കെ തട്ടുകയല്ല. ഒന്നും പറയാം കേസ്, കാണുന്നവരൊക്കെ നമുക്ക് ഫുഡും കളക്ട് ചെയ്യണം കേസ്. ചെറിയ പിക്കാം ഇല്ല, ചെറിയതൊന്നുമില്ല. പോത്ത് കേസ് ഓരോരുത്തർ വെക്കാനും പണി തന്നെ കേട്ടോ കേസ്. കാര്യമാണ് ചാലിട്ട് ലൈഫ് കൂടുന്നു, ലൈഫ് കുറേ എന്നൊക്കെ പറഞ്ഞിരുന്നു ഗൈസ്. അത് ഫേക്കാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ജാവ അഡീഷൻ നമ്മൾ ബെഡ് റോക്ക് ആണ് ഗൈസ്. നമുക്കിതൊക്കെ നമ്മളിന്ന് വീടുണ്ടാക്കണം ഗൈസ്. ഫുൾ വീടിൻ്റെ പണിയിലേക്കും ഫുൾ വീട് പണിയാണ് ഗൈസ്. വീട് എങ്ങനെയെങ്കിലും ഉണ്ടാക്കണം. കുറേ കാലം ഗൈസ് നമ്മൾ വിചാരിക്കുന്നത് വീടില്ല, അതിൻ്റെ പ്രോബ്ലം കുറേ ആൾക്കാർ ഗൈസ് നമ്മൾ പറഞ്ഞിരുന്നു. അവിടെ ബ്രിഡ്ജിട്ടുണ്ട് ഗൈസ്. ഗൈസ് അത് വില്ലേജ് അല്ലേ ഗൈസ്? ഓ നൈസ് വില്ലേജ് ഗൈസ്. ഓ അവിടെ നിൽക്കുക നൈസൊക്കെ. പിന്നെ ഗൈസ് ആദ്യം നമുക്ക് വെട്ടട്ടെ. വില്ലേജ് കിട്ടി ഗൈസ്. കുഴപ്പമില്ല ഗൈസ്, ആ റോഡിന് വില്ലേജ് ആയിക്കുന്നു, ഉറപ്പൊന്നുമില്ല. ഒരു ജസ്റ്റ് മൈൻഡിലാണെങ്കിൽ നമ്മളിത് ചെയ്യുന്നത്. അല്ല പറയുക നമുക്ക് വില്ലേജ് കുറേ മോശം, നമുക്ക് വില്ലേജ് പോലെ ഉണ്ടാക്കി വരെ ഗൈസ്. അങ്ങനല്ല, കുറച്ചും കൂടി ഹൈടെക് സംഭവങ്ങളാണ്. ഇവിടെ ഒരു ബ്രിഡ്ജ് മാത്രം ഗൈസ് തോന്നുന്നുണ്ട്. നമ്മൾ കുറച്ച് പ്രൊഫഷണൽ ആയിട്ടുണ്ട്. ഓ നമ്മളെ കുട്ടിയുണ്ട്. അയ്യോ ഇവിടെ ഇപ്പൊ ചാവും. ഓ ഗൈസ് ചത്തു ഗൈസ്. കള്ള ഗൈസ്. ഏതായാലും കുഴപ്പമില്ല ഗൈസ്, ചത്താലും നമുക്ക് പേടില്ല ഗൈസ്. നമ്മളെന്താ ഗൈസ് ഇവിടെ പോണയാ? ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടേ ഗൈസ്. നേരത്തെ ടൈമിന് നമ്മൾ ചത്തുപോയി. അപ്പോൾ നമുക്കെന്താ കിട്ടിയ കാര്യമായിട്ടേ ഈ റിസോഴ്സ് വെച്ച് വീടുണ്ടാക്കണമെന്ന് ചോദിച്ചാൽ ഇപ്പോൾ തൽക്കാലത്തേക്ക് നമുക്ക് വേണ്ട, ആവശ്യം വരും ഉറപ്പാണ്. ഇതൊക്കെ എന്തിനാ? ഇതൊക്കെ പോരുന്ന വൈക്കലൊരു കാര്യമില്ല. കിട്ടിയതാണ് കേസ്. എന്തായാലും നമ്മൾ എടുക്കുക. ഓ ഇതിൽ ആ റൂട്ടിന് പോകണം കേസ്. അവിടെ നമ്മളെ വില്ലേജ് കണ്ടിട്ടുണ്ട് കേസ്. ഈ വില്ലേജിനെ കുറിച്ച് അറിയാത്തവർക്ക് പറഞ്ഞാണ് കേസ്. വില്ലേജ് നമ്മളെ പോലത്തെ അല്ല, നമ്മുടെ മൂക്ക് നീണ്ടിട്ടുള്ള കുറച്ച് ആൾക്കാരുണ്ട് കേസ്. അതാണ് കാര്യത്തിൽ വില്ലേജ് ആയിട്ടുള്ള കേസ്. മൂക്ക് നീണ്ടിട്ടുള്ള വില്ലേജസ് എന്ന് പറയും.
നമുക്ക് ഓരെ കൊണ്ട് കാര്യമായിട്ട് ട്രേഡിങ് ഒക്കെ ചെയ്യാം ഗൈസ്. അതൊക്കെയാണ് കാര്യമായിട്ട് പറയാനുള്ളത്. ഓരോ ട്രേഡൊക്കെ ചെയ്യാം. കുറച്ച് പൈസ എടുത്താൽ കൂടുതൽ പണിയെടുക്കുക. അങ്ങനെയല്ല പണിയെടുക്കല്ല, നമുക്ക് വേണ്ട ദിവസങ്ങൾ കഴിഞ്ഞുള്ള തന്നെ കിട്ടും. ഈ വില്ലേജ് അത്യാവശ്യം ഞാൻ കുറേ വില്ലേജ് ചെയ്തിട്ടുണ്ട് ഗൈസ്. ഇജ്ജാതി വില്ലേജ് ഗൈസ് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. പ്രത്യേകിച്ച് ഇതൊരു വെറൈറ്റി വില്ലേജാണ് ഗൈസ്. ഇതെങ്ങനെയാണ് നിൽക്കണേ? ചെറിയൊരു പാറക്കല്ലുമ്മൽ ഇത്ര ഒരു മലമലാണ് കേട്ടോ. സത്യം പറഞ്ഞൊരു വ്യത്യസ്തമായൊരു വ്യൂ ആണ് ഗൈസ്. വ്യത്യസ്തമായ അത്യാവശ്യം വ്യത്യസ്തമായിട്ടുള്ള വ്യൂ ആണ്. നമ്മളപ്പോൾ മണ്ടത്തിന് ഗൈസ് MLG ചെയ്യാനുള്ള ഇനി MLG കാണേണ്ടവർ ഗൈസ് ഞാൻ വേറെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടാവും. ആ വീഡിയോ പോയി കാണും. അത്രയും പറഞ്ഞു. ഇതിനെ കൊണ്ടിപ്പോൾ ഇത് പിന്നെ മോൾക്ക് പോയി കയറാം അങ്ങനെയായിട്ടുണ്ട്. നമുക്ക് ഓരോ വലിച്ച് ചെക്ക് ചെയ്ത് പോകാം ഗൈസ്. നമുക്ക് വേറെ കാര്യമുണ്ട് ഗൈസ്. നമുക്ക് ഇനി ഡയമണ്ട് കൊണ്ട് എൻചാൻറ്റിങ് ചെയ്യാനുള്ള സെറ്റപ്പ് ഉണ്ട് ഗൈസ്. ഞാൻ നിങ്ങൾ പറഞ്ഞു അതിന് ഗൈസ് നമുക്ക് ഇവിടുന്ന് ബുക്കിൻ്റെ തരാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ബുക്ക് തന്നെ ഇതെങ്ങനെയാണ് ഗൈസ് നമ്മൾ അടക്കുക? അത്രയുള്ളൂ ഗൈസ്. വെള്ളം തന്നെ ഗൈസ്. നമുക്ക് വേണ്ടി ഗൈസ് ഒരു ബുക്ക് ഷെൽഫാണ് ഗൈസ്. ഇതെടുത്താൽ കാര്യത്തൊന്നും മതി. കൂടി നോട്ടെ ആ സാധനം എടുക്കണ്ടേ? ഇതിന് മേലെ എന്തെങ്കിലും ഗൈസ്. ഓ വ്യൂ തന്നെ കേട്ടോ. ഉള്ളി മേലൊന്നും ഇതിലെ കണ്ട് ചാടാൻ കഴിയുന്ന കേസ് ഇല്ല കേസ്. കഴിയില്ല. പക്ഷെ കഴിയും. ഇനി ടോപ്പിൽ കേസ് നമുക്ക് കുറച്ച് വില്ലേജ് കിട്ടി കേസ്. അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഇത്രയും പെട്ടെന്ന് എങ്ങനെ കേസ് നമുക്ക് വില്ലേജ് കിട്ടുക? ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല കേസ്, ഞാൻ എൻ്റെ ഫസ്റ്റ് വീഡിയോയിൽ സെക്കൻഡ് വീഡിയോയിൽ വന്നിട്ടുണ്ട് കേസ്. എപ്പിസോഡിലാണ് കേസ് വില്ലേജ് ഉണ്ട്. ഞാൻ ആ പംകിൻ കാണാൻ പറഞ്ഞിരുന്നു കേസ്. അത് നമ്മൾ ലെസ് പ്ലേ കാണുന്ന ആൾക്കാരും പെട്ടെന്ന് മനസ്സിലാവും കേസ്. പിന്നെ പറയാനുള്ളത് പറഞ്ഞാൽ വില്ലേജിനെ കുറിച്ച് പറയാനൊന്നുമില്ല. നല്ല വില്ലേജ് ഒറ്റമേനി. ഇതെന്തായാലും കേസ് ഇത് കാര്യമായിട്ട് ചോദിക്കണേ. പിന്നെ കേസ് നമുക്ക് മൾട്ടിപ്ലെയർ വേണ്ടിയൊരു കേസ് എന്തെങ്കിലും കമൻറ്റ് ചെയ്യണം കേസ്. മൾട്ടിപ്ലെയർ വേണ്ടിയവർ നമുക്കിതിൽ മൾട്ടിപ്ലെയറും കളിക്കാം. പക്ഷേ ഞാൻ സൈനിങ്ങൊന്നും ചെയ്തിട്ടില്ല. പക്ഷെ മൾട്ടിപ്ലെയർ കേസ് അമ്മച്ചി ചെത്തി കേസ്. ക്യാമറ ഒക്കെ റെഡി ആയിട്ടില്ല കേസ്. അല്ല ഇവിടെ വേറൊരുത്തൻ. അമ്മച്ചി രക്ഷിക്കണേ. അടഞ്ഞു വാ. ഷീൽഡ് എടുത്തില്ലേ? ഷീൽഡ് ഉണ്ടാക്കാത്തോണ്ട് നമ്മൾ ഷീൽഡ് ഉണ്ടാക്കാണ്ടോന്നുണ്ട്. ഷീൽഡ് ഉണ്ടാക്കാത്തോണ്ടായിരുന്നു. ചേച്ചി ഇവിടെ ബ്ലാക്ക് സ്മിത്ത് ഉണ്ടാവും ചേച്ചി. ഇതെന്തിനായിരുന്നു? ഇത് മറന്നുപോയി. ആ ഡ്രിമ്മ് ഇത് മുറിച്ചാലാ? ഇപ്പോൾ തൽക്കാലത്തേക്ക് നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് എടുക്കേണ്ട ഒരു ആവശ്യമില്ല. ഞാൻ പോകെ രാത്രി ആവാനായിക്കണേ. രാത്രി ആവാൻ അയക്കണമെന്ന് വെച്ചാൽ അയക്കണേ ചേച്ചി. രാത്രി നമുക്ക് ജീവിക്കാൻ വേണ്ടി. ഇത് ബ്ലാക്ക് സ്മിത്ത് അല്ലേ? ഇത് ബ്ലാക്ക് സ്മിത്ത് അല്ലേ? ആയങ്കുളം നമ്മളെ മച്ചു കഴിച്ചു. നമുക്ക് ഇവനെ കൊല്ലാണെങ്കിൽ നമുക്ക് 2-3 ആയങ്കുളം ഇവനെ ഉണ്ടാക്കാനാണ് കേസ് പണി. എന്താ ഇത് വീടല്ലേ കേസ്? നൈറ്റ് ആവാനിരിക്കണേ. സൂര്യാസ്തമയാണ് കേസ്. ഇവിടെ നമ്മൾ കിടക്കണം കേസ്. അല്ലെങ്കിൽ കേസ് നമ്മൾ ചാവാൻ വളരെ സാധ്യത കൂടുതലാണ്. എന്ത് പറഞ്ഞാലും കേസ് നമ്മൾ രാവിലെ ഇടക്കിടക്ക് വേഗം മുറിച്ച ടൈമില്ല. ഏയ് ബ്രോ ഇത് നമുക്ക് വേണം കൈസ്. ഇത് നമ്മൾ കുറച്ച് സീഡ്സ് ആണ്. ഇനി ഫ്യൂച്ചറിൽ നമുക്ക് കുറച്ച് ഫാം തുടങ്ങണം.
ഇത് അത്യാവശ്യം വലിയ വില്ലേജാണെന്ന് ഗൈസ് തോന്നുന്നുണ്ട്. നമ്മൾ ഹങ്കർ പറഞ്ഞു ഗൈസ്. അതിനല്ല ഇപ്പം നമ്മൾ 33 എന്താണ് എടുത്തിരിക്കുന്നത്. ഈ ക്യാരറ്റിന് വേറെ ഗോൾഡൻ ക്യാരറ്റ് എന്ന് പറയുന്നത് കഴിക്കുമ്പോൾ സുഖം വേറെ ലെവലാണ് ഗെയിം. ഓരോ ഹങ്കർ വായിക്കും വളരെ വളരെ നഷ്ടമായ ഒന്നാണ് ഗെയിംസ്. പക്ഷെ ഇതിൻ്റെ ഗോൾഡൻ ക്യാരറ്റ് ഉണ്ട് മോനെ, അത് കഴിച്ചു നോക്കണം. ഇപ്പം ഒരു തേങ്ങില്ല ഗെയ്സ്. ഉണ്ട്. ദാരിദ്ര്യം പിടിച്ച സ്ഥലം തന്നെ, അതുകൊണ്ട് പെട്ടെടുക്കാൻ എടുക്കല. അന്തസ്സോടെ നമ്മൾ എടുക്കും ഗെയ്സ്. അയ്യോ അവിടെ തയ്ക്കാവുന്ന ഒരു എമറാൾഡ് ഉണ്ട്. ഒരു എമറാൾഡൊന്നും കിട്ടാണ്ടാവും എന്തെങ്കിലും. ആട്ടെ നമ്മൾ പോയതെന്ന് തോന്നുന്നുണ്ട് ഗെയ്സ്. ആദ്യം വില്ലേജ് ഒന്ന് കാണണേ. ഇതാണ് വില്ലേജ്. ഇപ്പം നമ്മൾ പോകാത്ത ഓടി പമ്പിനുണ്ട് ഗെയ്സ്. പമ്പിനെ കൊണ്ട് ഇപ്പോൾ കാര്യമായിട്ട് ഉപയോഗമില്ല. ഫ്യൂച്ചറിൽ ഉപയോഗം വന്നാൽ നമുക്ക് എടുക്കാം. വീടിൻ്റെ തൊട്ടടുത്താണ് ഗെയ്സ് ട്രാപ്പ് ഗെയ്സ്. ഇവിടെ ഇതിനുള്ളിൽ ഏതും കാര്യമായിട്ട് എന്തെങ്കിലും വേണേ. ഇവിടെ ഫുള്ള് ബുക്കാണല്ലോ. ഇത് ആരാണ് പഠിപ്പിടെ വരെ. എന്തോ ഇതാണ് നമ്മളെ ഗെയിമിൽ വന്ന പുതിയ ഐറ്റത്തിൻ്റെ പേരാണ്. ഇതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ഓരോ സമയം കഴിക്കണ്ട കണ്ട ഹൗസിലൊക്കെ ചവറുകളൊക്കെ നമ്മളെ ഇതില്ലേ ഇതിൻ്റെ പേര് മറന്നുപോയി. തൊള്ളയിൽ കിട്ടുന്നില്ലേ നമുക്ക് അതിൻ്റെ പേരെന്ന് പറഞ്ഞാൽ നമ്മളെ ഇതിൻ്റെ പോലെ ശർക്കറിൻ്റെ പോലെ. നമ്മൾ ശർക്കറിൻ്റെ പോലെയാണ് ഗൈസ് അത് നിൽക്കുന്നത്. ഒന്നും പറയില്ല ഞാക്ക് സംഭവം ഗൈസ്. ഇവിടെ ബ്രോയിൻസ്റ്റാൻഡ് ഗൈസ്. ബ്രോയിൻസ്റ്റാൻഡിൻ്റെ ആവശ്യമൊന്നും ഇപ്പം നമുക്ക് ഇക്കാലത്തേക്കില്ല ഗൈസ്. പക്ഷേ ഒരു മെയിനായിട്ടുള്ള സംഭവം നമ്മൾ എടുക്കാൻ മറന്നു ഗൈസ്. എടുക്കാതെ പോയി നമ്മൾ കളി പോയിന് ഗൈസ്. വീറ്റ് ഗൈസ്. വീറ്റിനെ കൊണ്ട് കുറേ വേഗമുണ്ട് ഗൈസ് ഈ ഗെയിമിൽ. ഈ കുതിരനെനിക്ക് വേണം. കുതിരനെ നമുക്ക് ഇതെടുക്കാം. തൽക്കാലം ഒന്നുമില്ല. ഇത് കഴിഞ്ഞോണ്ട് കൊടുക്കണേ. വെറുതെ ആക്ഷൻ പിക്കാക്സ് ഇട്ടാലും ഇരിക്കാൻ നിൽക്കണ്ട. ഞാൻ ഇരിക്കുമെന്ന് പോറണ്ട. രണ്ട് വലുതൊന്നുണ്ട് ഗൈസ്. ഹോ എന്ന് പറയുന്ന സാധനം അതൊക്കെ ഫാസ്റ്റാണ്. എട്ടെണ്ണം കെട്ടി 10 കെട്ടി 10 അത്യാവശ്യം നമുക്ക് കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഇനി ഇതോടെ ബ്ലാക്ക് സ്മിത്ത് ഇല്ലാത്തതാണ് ഗൈസ്. അല്ല വയ്യില്ലല്ലോ, ഒരു ബ്ലാക്ക് സ്മിത്തെങ്കിലും വേണ്ട ഗൈസ്. നമ്മളിവിടെ ബ്ലാക്ക് സ്മിത്ത് ഇല്ല ഗൈസ് തോന്നുന്നുണ്ട്. പൂള് വരെ എന്തെങ്കിലും കാര്യമായിട്ടുണ്ടാവും. ഇങ്ങനെ കാരുടെ പെരം വയ്ക്കണേ. നമ്മളിത് വരണമെങ്കിൽ ഇതിനുള്ളിൽ എന്തും ഇല്ലയെന്ന് പറയാം. നല്ലൊരു തുറക്കണ അതിൻ്റെ ഒരു ഇതാണ്. ഇവിടൊക്കെ ആൾക്കാരെ എങ്ങനെ കഴിഞ്ഞൂല. ബെറ്റർ ഓഫ് MLG ഗൈസ്. ഒരു കിടിൽ MLG ഇതുണ്ട് ഗൈസ്. ഇവിടുന്ന് ഒന്നുള്ള തന്നെ അധികം. അതിനൊന്നുമില്ല. കേരളം കൂടി ഇവിടെ ഒരു വീടുണ്ടില്ല. എന്ത് പറഞ്ഞാലും ഗൈസ് കാര്യമായിട്ടൊന്നും കിട്ടിയില്ല. ഇതുണ്ട് നമ്മളെ ബ്ലാക്ക് സ്മിത്ത് ഇല്ല കേട്ടോ ഗൈസ്. ഇതിൽ ആ ബ്ലാക്ക് സ്മിത്ത് ഉണ്ടാവും നമ്മൾ പ്രതീക്ഷിച്ചു ഗൈസ്. ഏതായാലും നമുക്ക് നമ്മളെ വീട്ടിലേക്ക് പോകണം ഗൈസ്. നമ്മളൊന്ന് വില്ലേജ് കണ്ടുപിടിച്ച് നടത്തിൽ നമ്മൾ നെതർ പോകുന്നിരിക്കും. നെതർ പോയി ബ്ലേസ് റോഡ് എന്ന് പറയുന്ന സാധനം പിന്നെ എൻഡർ റോഡ് എന്ന് പറയുന്ന സാധനം നമുക്ക് കണ്ടുപിടിക്കണം. കണ്ടുപിടിച്ചാലേ കളി നടക്കുള്ളൂ. ഇനി നമുക്ക് മുന്നോട്ട് പോകണമെങ്കിൽ ഡയമണ്ട് ആർ കൂടെ വേണം ഗൈസ്. കുളത്ത് കളി എടുക്കല്ലേ ഗൈസ്.
ഞാൻ എം എൽ ചെയ്യണമെങ്കിൽ എപ്പോഴാണ് പഠിച്ചു കേസ്. അടിക്ക് എം എൽ ചെയ്യണം. നമ്മളങ്ങനെ എം എൽ ചെയ്തിട്ടുണ്ട് കേസ്. അത്യാവശ്യം നല്ലൊരു എം എൽ ചെയ്തിട്ടുണ്ട് കേസ്. ഞാൻ കുറച്ച് അത്യാവശ്യം റിസ്ക് എടുത്ത് പഠിച്ചാണ് കേസ്. എം എൽ ജിക്കെങ്കിലും വേണ്ടി ഒരു ലൈക്ക് ആണ് കേസ്. നമ്മളെന്നത്തെ ഗോളെല്ലാം മറക്കണ്ടായി. നമ്മൾ വീടുണ്ടാക്കിയിട്ടൊന്നും കളി വേണ്ടിയപ്പോഴുള്ളൂ. നമ്മൾ ലക്ഷ്യം വെച്ചാ നടത്താതെ പോലെ നമ്മളെ ടീമിനെ കേസ്. നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനത്തെ ബാക്കിൽ സംഭവം ഒന്നും വേണ്ടെന്ന് കേസ്. ഇനി മുതൽ നമ്മൾ അങ്ങനത്തെ സാധനങ്ങൾ ഉപയോഗിക്കുന്നതല്ല. അടുത്ത മുതൽ നമ്മൾ നോർമൽ സ്കിന്നായിട്ടൊക്കെ കളിക്കാൻ പോണേ. ഇടിച്ചു വേണ്ട, നമുക്കിനി മെല്ലെ മെല്ലെ മുന്നോട്ട്. വീടുണ്ടാക്കാറുണ്ട് ചില്ലറ പണിയാണ്, അത്യാവശ്യം റിസ്ക്കായ കാര്യമാണ്. ഓരുണ്ടാക്കിയൊരു വീട് ഉണ്ടാക്കണം പറഞ്ഞാൽ എന്തായാലും നമുക്ക് എന്താ വില്ലേജും കിട്ടി. നമ്മൾ ഹാപ്പിയാണ് കേസ്. കാരണം വില്ലേജിൽ നമുക്ക് കുറേ ട്രേഡിങ് ഒക്കെ ചെയ്യാം. ഒരു എമറാൾഡ് കിട്ടി കേസ്. കുഴപ്പമില്ലാത്ത രീതിയായിരുന്നു. എമറാൾഡ് കിട്ടി, പോരത്തിന് എല്ലാം കിട്ടിയിരുന്നു കേസ്. എനിക്ക് വീടുണ്ടാക്കണം. വീടുണ്ടാക്കാൻ നല്ല പണിയാണ് വെച്ചില്ല. നമുക്ക് നമ്മളെ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് വീടുണ്ടാക്കിയാൽ മതി. അയ്യോ നമ്മൾ അങ്കർ തീർന്നിട്ടുണ്ട് കേസ്. നമുക്ക് കുറച്ച് ആപ്പിൾ കഴിക്കണം. ഞങ്ങൾ ഈ ശങ്കർപാറ ഫുള്ളാക്കി ഉപയോഗിക്കുന്നത് ഞാൻ ശ്രദ്ധിക്കുകയില്ല കേസ്. നിങ്ങൾ ശ്രദ്ധിക്കാറില്ല ശങ്കർപാറ കാര്യമായിട്ട് പറയണേ കേസ്. ഞാൻ അങ്കർപാറ ശ്രദ്ധിക്കില്ല കേസ്. കൊന്നക്കാനോ ഇത് അങ്ങനെയാണ്. ഇന്നിപ്പോൾ നമ്മൾ വീട് അത്യാവശ്യം ലെങ്ത്തായിരിക്കണം. പക്ഷേ വീട് ഉണ്ടാക്കണമെന്ന് പറഞ്ഞ സ്ഥിതിക്ക് നമ്മളെ വീട് ഇവിടെ ഉണ്ടോന്നാണ്. അതാ നമ്മൾ ചെസ്റ്റ് പ്ലേറ്റ് ഞാൻ എന്തൊക്കെയാണ് വിളിച്ചു പറയുന്നത്. അപ്പോൾ ഗൈസ് നമുക്ക് വീട് ഏത് ഭാഗത്തേക്ക് ഉണ്ടാക്കും? ഇങ്ങോട്ട് ഉണ്ടാക്കിയാലോ എന്നാണ് എൻ്റെ അങ്ങനത്തെ പറയുന്നത്. പക്ഷേ ഇവിടെ തന്നെ ഉണ്ടാക്കിയാലോ? അത്യാവശ്യം വലിയ വീട്. ആദ്യം നമുക്ക് താറാടണം ഗൈസ്. താറാടാൻ ഗൈസ് നമ്മൾ സിമെൻറ്റാണ് വയ്ക്കുക. സിമെൻറ്റ് വയ്ക്കാൻ നമ്മൾ കല്ലില്ലാത്ത സ്ഥിതിക്ക് നമുക്ക് ഫർണസ് വെച്ചാണ്ട് കുക്ക് ചെയ്യാൻ കൊടുക്കണം ഗൈസ്. കല്ല് സ്റ്റോൺ ആക്കണം ഗൈസ്. പിന്നെ മരം വെച്ചാൽ കുറച്ച് ചില്ലറ പണികളുണ്ട്. ഇതിനുള്ളിൽ മരം ഉണ്ടോ ഗൈസ്? ഇതിനുള്ളിൽ മരമല്ല, നമുക്ക് മരം കുറച്ചാണ് ഗൈസ് കിട്ടിയത്. നമ്മളിട്ട് ബ്രിഡ്ജിടാ ആ മരങ്ങൾ ഗൈസ് നമ്മൾ ഇതിൻ്റെ ഉള്ളിലായിരിക്കണം ഗൈസ്. 8 ഇത് ലോഗ്. പിന്നെ ഒന്നും കിട്ടിയില്ല. 12 ഇതും കിട്ടിയിട്ടുണ്ട് ഗൈസ്. കുഴപ്പമില്ലാതെ നല്ലൊരു ഇതിൽ തന്നെ നമുക്ക് കിട്ടിയത്. ഗൈസ് നമുക്കിതാ വീട് ഇവിടെ ഉണ്ടാക്കാം ഗൈസ്. ആദ്യം ഗൈസ് നമുക്ക് 3 ബ്ലോക്ക് ഹൈറ്റിൽ ഇത് വെക്കണം. പിന്നെ കുറച്ച് വിട്ടു വന്ന് ഗൈസ് എത്ര ഡിസ്റ്റൻസാണ് നിങ്ങൾ വേണ്ടി തീരുമാനിക്കുക ഗൈസ്. എത്ര ഡിസ്റ്റൻസിലൊന്ന് ഗൈസ് വീണ്ടും ഒരു 3 ബ്ലോക്ക് മുകളിലോട്ട് വെച്ചിട്ടുണ്ട്. എന്നാണ് ഇപ്പോൾ നമ്മൾ തൽക്കാലത്തേക്കുള്ള വീടാണ്. പിന്നെ പറഞ്ഞാൽ ബാക്കി ബ്ലോക്കും കൂടി നമുക്ക് റെഡിയാക്കണം. നമുക്ക് ആകാശത്ത് വീടുണ്ടാക്കണം ഗൈസ്. അതൊന്നും വേണ്ട ഗൈസ്. നമുക്കിതാ ഈ ലിമിറ്റാണ് ഞാൻ വീടുണ്ടാക്കാൻ വെച്ചാൽ. അയ്യോ നമ്മൾ വീണ് സെൻസ് തെറ്റി ഗൈസ്. നിങ്ങളുമില്ല നമ്മളെ വീടിന് ഗൈസ്. അയ്യോ ഞാൻ എന്തൊക്കെയൊക്കെ കേസ് ചെയ്തു നിങ്ങളുമില്ല. എത്രണ്ണം വെച്ച്? 2 അല്ലേ 3 1 2 3 2. അയ്യോ എൻ്റെ പഠിച്ചനെ ഇത് നമുക്കിപ്പോൾ സത്യം വേണം എന്തോ വയ്ക്കണേ. ഇപ്പം നൈറ്റല്ലേ? നൈറ്റ് എന്ന് പറഞ്ഞാൽ ഇത് നൈറ്റ് ആയിണല്ലോ ഗൈസ്. അയ്യോ നൈറ്റ് ആയില്ല. ഇനിയിപ്പോൾ വീടെന്നാണ് വരെ. ഹോമാണ് ഗൈസ്. വീടൊന്നും വേണമെന്നില്ല. നമുക്ക് വീട് വേണമെന്നൊന്നുമില്ല. പക്ഷെ നിങ്ങൾ കമൻറ്റ് ഇട്ടോണോ ഗൈസ്.
വീട്ടിലെങ്കിൽ കളി നടക്കൂല എന്നൊക്കെ പറഞ്ഞു ഗൈസ്. വീട്ടിൽ ഇങ്ങനെ കളി നടക്കും ഗൈസ്. എല്ലാം കളി നടത്തലുണ്ട് ഞാൻ. ഒന്ന്, രണ്ട്, മൂന്ന്. ഒന്ന്, രണ്ട്, മൂന്ന്. ഗൈസ് ഇനി നമുക്ക് വണ്ടി പറഞ്ഞാൽ ഗൈസ് തിങ്ക് സ്റ്റോൺസ് ആണ് ഗൈസ് വണ്ടിയെ. സൈഡ് ഫില്ലാണെങ്കിൽ നമുക്ക് ഓക്ക് ഇത് ഉപയോഗിക്കാം ഗൈസ്. ഓക്ക് ഉപയോഗിക്കാം ഗൈസ്. ഓക്ക് ഗൈസ് സ്പ്ലിറ്റ് ചെയ്യാം ഗൈസ്. നമ്മൾ ക്രാഫ്റ്റിംഗ് ടേബിൾ പറ്റി നമ്മൾ ക്രാഫ്റ്റിംഗ് ടേബിൾ മിസ്സായി ഗൈസ്. എന്തോ ഇത് അല്ലാത്ത ചതി ഇത്. നമ്മൾ ക്രാഫ്റ്റിംഗ് ടേബിൾ നമ്മൾ നേരത്തെ കൊണ്ടുവരാൻ മറന്നിട്ടുണ്ട്. അയ്യോ ഗൈസ് ഞാൻ മണ്ടനായി. എന്ത് മണ്ടത്ര. നമുക്ക് നോക്ക് കുറവാണ് ഗൈസ്. ഓക്കെ നമ്മളെ വീടും ചേരുന്നില്ല ഗൈസ് തോന്നുന്നുണ്ട്. അയ്യോ ചേരാത്തല്ല ഗൈസ്. ഷെയ്ഡറാണ് ഗൈസ്. സൂര്യ എഴുതുവാത്താ സൂര്യനാണ്. പിന്നെ ഇങ്ങനെ ഇവിടെ വിളിച്ചോണ്ട് അതൊക്കെ ഇങ്ങോട്ടല്ലേ. ടോർച്ച് അടിച്ച് അഡ്ജസ്റ്റ് ചെയ്താ വെളിച്ചം നോക്കണം. ഓ സ്റ്റോൺ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഞാൻ അപ്ലൈ വിചാരിച്ച. നമുക്ക് ഐറ്റം മാറ്റിയല്ല, സ്റ്റോൺ ആക്കിയല്ല. ഈ വേറെ സ്റ്റോൺ ആക്കണം ഗൈസ്. നമുക്ക് സ്റ്റോൺ കട്ടർ ഉണ്ടാക്കാൻ പറ്റും ഗൈസ്. നോക്കണം. സ്റ്റോൺ കട്ടർ ഉണ്ടാക്കാൻ എന്തൊക്കെ വേണം ഗൈസ്? ഇതാണ് ഈ സ്റ്റോൺ കട്ടർ. സിമ്പിളാണല്ലോ. ഒരായാൽ മതി. രണ്ടായുണ്ട് ഗൈസ്. കുഴപ്പമില്ല. നമുക്ക് സ്റ്റോൺ കട്ടറിന് ഉണ്ടാക്കിയാ. ഇതെന്തിനാ നിങ്ങൾ ഇന്നോട് ആരും ചോദിക്കരുത്. ദാറ്റ് ഈസ് ട്രൂ ഗൈസ്. നമുക്കൊരു സ്റ്റോൺ കട്ടർ ഇട്ടുണ്ട്. നമ്മൾ ബ്രിക്ക് ഗൈസ് കൺവേർട്ട് ചെയ്യാനാണ്. സ്റ്റോൺ ഗൈസ് ആദ്യം നമുക്ക് ഇത് വെച്ചോ ഗൈസ്. അതൊന്നും വേണ്ട ഗൈസ്. ഇതോട്ട് വെച്ച് ഗൈസ്. ഇജ്ജത് വീണ്ടും കൈ നമ്മൾ കൂളായിട്ടുണ്ട്. ഇത്രയും ഭയങ്കര പണി തന്നെ. നമുക്കിത് കത്തിക്കാനും കൊടുക്കണം. നമുക്ക് റീപ്ലേസ് ചെയ്യണം കൈ. ഇത് നമ്മൾ ഫുള്ളായിട്ട് കാണിച്ചു തരാം. കാര്യം പറഞ്ഞാൽ വെച്ചാൽ നമ്മളെ വളർന്ന മരങ്ങളൊക്കെ നമ്മൾ വെട്ടിയിട്ടുണ്ട്. നമ്മൾ ലക്ഷ്യം എന്ന് വെച്ചാൽ ഗൈസ് ഇതാ ഇവരേതാ നമ്മൾ ബ്രിക്ക് സ്റ്റോണൊക്കെ വെച്ച് മുഴുവനായിട്ടുണ്ട് ഗൈസ്. നമുക്കിവിടെ ഫുള്ള് ഇനി ഒരു ഫസ്റ്റ് ലെയറും വേണം, സെക്കൻഡ് ലെയറും ഉണ്ടാക്കണം ഗൈസ്. തൽക്കാലത്തേക്ക് ഗൈസ് ഇനി നമുക്ക് എന്താ എനിക്കൊരു പണിയണം. എനിക്കൊരു പണിയപ്പോൾ കാര്യമായിട്ടൊന്നും നടക്കില്ല ഗൈസ്. നമ്മളങ്ങോട്ട് ആക്കുകയാണ്. ഒന്നും പറയാനില്ല. നമ്മളതിന് കാര്യമായിട്ടൊന്നും ഇല്ലാത്തതുകൊണ്ടാണ്. നമുക്ക് ഓക്ക് വെട്ടി രീതിയാക്കി പറയാം. ഇനി ഏതായാലും എടുത്തെടുത്ത് കേസ് എന്നോട് എന്താ മേൽക്കൂടെ ഇടയാണെങ്കിൽ നമുക്ക് ഇതേ എടുത്ത് വെക്കണം.
ഇതൊക്കെ ഇങ്ങനെ റെഡി ആക്കിയിട്ട് നിങ്ങൾക്ക് വേണ്ടി ഗൈസ്. എന്തായാലും വീഡിയോക്ക് ലൈക്ക് എന്തായാലും വേണം ഗൈസ്. സബ്സ്ക്രൈബേഴ്സിനും കൂട്ടണം ഗൈസ്. നിങ്ങൾ സബ്സ്ക്രൈബ് ഉണ്ടായാലും നമുക്ക് എന്തെങ്കിലും നടക്കുള്ളൂ. എത്രയോ ഇറ്റായി നമ്മൾ ടോർച്ചിനാണ് സീനൊന്നുമില്ല. ഞങ്ങളുടെ ഈ മരണം പോരാട്ടായിരിക്കും. ഞങ്ങൾക്ക് വില്ലേജും കിട്ടി, കാര്യമായിട്ടുള്ളതൊക്കെ കിട്ടിയിട്ടുണ്ട്. എന്താ റിട്ടേൺ കേസ് ഇവിടെ നമുക്ക് ഇതിൻ്റെ അടി മാറ്റണം. കാര്യമായിട്ടൊന്നും നമ്മളില്ലാത്തതുകൊണ്ട് ഇങ്ങനെ ആണ് ഓരോ കട്ട ഇങ്ങനെ മാറ്റണം കേസ്. ഇല്ലെങ്കിൽ നമുക്ക് എല്ലാത്തിനും വെട്ടി മാറ്റണം. ഇതിനെ നമ്മൾ വീട് ഓർക്കുന്നതാണ്. നമ്മളെ വീട് കുഞ്ഞു വീടാണ്. ഇതും കൂടി കംപ്ലീറ്റ് അടിയിൽ പ്ലാങ്സും കൂടി ഇട്ട് പറഞ്ഞുതരാം. അപ്പോൾ ഗൈസ് നമ്മളങ്ങനെ നമ്മളെ വീടിൻ്റെ ഉള്ളിൽ ഗൈസ് റെഡി ആക്കിയിട്ടുണ്ട്. നമ്മൾ മരം കഴിഞ്ഞിരുന്നു ഗൈസ്. ഇപ്പോഴത്താണ് ഗൈസ് ഉള്ളിലോട്ട് ഗൈസ്. വീട് കുറേ ലെങ്ത് ഉണ്ട് ഗൈസ്. നമ്മളെ വീടിൻ്റെ ഉള്ളിലേക്ക് സാധനങ്ങളും എന്തൊക്കെ കയറ്റാം. പിന്നെ രണ്ടാം നില ഉണ്ടാക്കണം. എൻ്റെ മൈൻഡിൽ വെച്ചൊരു വീടുണ്ട് ഗൈസ്. ആ വീട് പോലെ ആക്കാനാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ എല്ലാവരും വീഡിയോ ലൈക്ക് അടിക്കുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ബൈ. നമ്മളെ വേറെ വീഡിയോസൊക്കെ വരുന്നതായിരിക്കും ഇനി മുതൽ. നമ്മൾ ഡെയിലി വ്ളോഗ്സ് ഇടാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് വേണം പ്ലീസ്. നീ സിനാൻ പ്രോ മാക്സ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ കാണുന്ന ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും സൈൻ ഔട്ട്.